സക്രമത്തിൻ്റെ പൊരുൾ രണ്ടാം ഭാഗം. ഏവർക്കും സ്വാഗതം. വളരെയധികം ഭക്തി ആദരവുകളോടുകൂടെ ക്രിസ്ത്യാനികൾ വിശുദ്ധ സംസർഗം അല്ലെങ്കിൽ കുർബാന അല്ലെങ്കിൽ കത്തോലിക്കരുടെ വാക്കുകളിൽ പറഞ്ഞാൽ ദിവ്യബലി, ഇംഗ്ലീഷിൽ യൂക്രിസ്റ്റ് അല്ലെങ്കിൽ ദ ലോർഡ്സ് സപ്പർ എന്നീ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന സക്രമത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ അർത്ഥവും ലക്ഷ്യവും എന്തായിരുന്നു എന്നതിനെപ്പറ്റി അല്പം പോലും ബോധമില്ലാതെയാണ് ഈ സുപ്രധാന ആത്മീയ അനുഭവങ്ങളുടെയും ആശയങ്ങളുടെയും ഒരു വലിയ സ്വർണ്ണഖനിയായ ഈ ഒരു സാധ്യതയെ യാന്ത്രികമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് മനസ്സിലാക്കേണ്ട ഒരത്യാവശ്യമുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് സംബന്ധമായ ചില സൂചനകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. അതൊന്നും ആവർത്തിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചിന്തകളുടെ കേന്ദ്രബിന്ദുവായ ആശയത്തെ ആദ്യം അവതരിപ്പിച്ചാൽ മാത്രമേ സ്പഷ്ടമായി ചിന്തിക്കുകയും വ്യക്തമായി ധരിക്കുകയും ചെയ്യത്തക്കവണ്ണം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ നമുക്കൊരുമിച്ച് ഇതിൻ്റെ പൊരുൾ തിരിച്ചറിയുവാൻ സാധ്യമാകുകയുള്ളൂ എന്നതുകൊണ്ട് ആ പ്രാഥമികമായ കർമ്മം ഞാൻ നിർവഹിച്ചുകൊള്ളട്ടെ. ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സൂചന യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരുമായി ആചരിക്കുന്ന ആ സുഹൃത്ത് സദ്യ, ഫെലോഷിപ്പ് മീൽ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ സദ്യ, അതിൽ യേശു ഉന്നയിക്കുന്ന ചോദ്യമാണ്: ഞാൻ നിങ്ങൾക്ക് ചെയ്തത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നുവോ? നമ്മുടെ വിഭാവനയിൽ സാധാരണ ഒരു വിരുന്ന് ഒരുക്കുന്നത് അറിയുവാനല്ല, ആസ്വദിക്കുവാനാണ്. ചിന്തിക്കുവാനല്ല, ഭക്ഷിക്കുവാനാണ്, ഭുജിക്കുവാനാണ്. എന്നാൽ യേശു ഒരു വിരുന്നൊരുക്കുന്നത് അത് ഭക്ഷണപാനീയങ്ങളിൽ മാത്രം ജനങ്ങളുടെ താല്പര്യം ഒതുങ്ങി നിൽക്കുമ്പോൾ, അതിൽ മാത്രം സാധാരണ ജനം അവരുടെ സന്തോഷം, അവരുടെ തൃപ്തി കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ, അതിനപ്പുറത്തേക്ക് കടന്നു പോകുവാൻ മനുഷ്യർക്ക് ആവശ്യമുണ്ട് എന്ന സുപ്രധാനമായ ഒരു സത്യം, ഒരു യാഥാർത്ഥ്യത്തിൻ്റെ അടയാളപ്പെടുത്തലായിട്ടാണ് യേശു ഇത് വിഭാവന ചെയ്തതെന്ന് ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും തിരിച്ചറിഞ്ഞിട്ടില്ല. യേശു എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് ചെയ്തത് എന്താ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. പ്രത്യേകിച്ച് ആ സാഹചര്യത്തിൽ നമുക്ക് തോന്നാവുന്നത്, എന്തുകൊണ്ടാണ് തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകിയത് എന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് മാത്രം ചിന്തിക്കുവാനാണ് സാധ്യതയെങ്കിലും, ആ അധ്യായത്തിൻ്റെ ആകത്തുകയിൽ വെച്ച് ചിന്തിക്കുമ്പോൾ യേശു ഒരുക്കിയ വിരുന്നും അതിൻ്റെ ഭാഗമായി യേശു നടത്തിയ ശുശ്രൂഷയും, കാല് കഴുകൽ ശുശ്രൂഷയും തമ്മിൽ അഭേദ്യമായ ബന്ധമുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്കായി ചെയ്തത് നിങ്ങളുടെ കാല് കഴുകി എന്നത് മാത്രമല്ല, ഈ അനുഭവത്തിൻ്റെ ആകത്തുകയായ സദ്യ കൂടെ ഉൾപ്പെടുത്തിയുള്ള ഈ ഒരു അനുഭവത്തിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുന്നുവോ എന്നാണ് ചോദ്യത്തിൻ്റെ അർത്ഥമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചോദിക്കേണ്ട ആവശ്യം എന്താണ്? യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകിയത് നമുക്കേവർക്കും അറിയാവുന്നതുപോലെ നിലവിലിരുന്ന ആചാരങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും വിപരീതമായിട്ടാണ്. സാധാരണഗതിയിൽ ശിഷ്യന്മാരാണ് ഗുരുവിൻ്റെ കാല് കഴുകേണ്ടത്. അതാണ് യേശുവിൻ്റെ ശിഷ്യന്മാരും ആ സമൂഹത്തിൽ ഉൾപ്പെട്ട മറ്റെല്ലാവരും കണ്ടിരിക്കുന്നത്. എന്നാൽ അവർ കണ്ടിരുന്ന താരിഫുകളിൽ നിന്ന് തുലവും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സമീപനവും അതിൻ്റേതായ അനുഭവവും അവർക്ക് പ്രദാനം ചെയ്യുവാൻ യേശു തുനിഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന്
വ്യക്തമായി നാം ഭരിക്കേണ്ട ആവശ്യമുണ്ട്. ഇത് നമുക്ക് ഒരുമിച്ച് തുറന്ന മനസ്സോടെ വലിയ പ്രത്യാശയിൽ അന്വേഷിച്ചാൽ മാത്രമേ ഇതിൻ്റെ പൊരുൾ മനസ്സിലാകുകയുള്ളൂ എന്നതുകൊണ്ട് നിങ്ങളുടെ സഹകരണം, ക്ഷമയാർന്ന സഹകരണം ഞാൻ വളരെ അപേക്ഷിക്കുകയാണ്. സുഹൃത്തുക്കളെ, ലോകത്തിൽ 2 തരത്തിലുള്ള ആളുകളുണ്ട് എന്ന് ഞാൻ മുമ്പൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, നിലവിലിരിക്കുന്ന സാഹചര്യങ്ങളെ അത് പ്രതീതികളുടെ മാത്രം തട്ടത്തിൽ, ഓൺ ദ ലെവൽ ഓഫ് അപ്പിയറൻസ് എലോൺ, ബഹുഭൂരിപക്ഷം ആളുകളും പ്രതീതികൾ, അപ്പിയറൻസസ് വച്ചാണ് സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഉദാഹരണമായിട്ട്, ഒരു യുവാവ് തൻ്റെ പങ്കാളിയായ ഒരു യുവതിയെ അന്വേഷിക്കുമ്പോൾ അവൾ സുന്ദരിയാണോ എന്ന് പരിഗണിക്കും. ആ സൗന്ദര്യം പ്രതീതികളുടെ ഒരു ആകത്തുകയാണ്. വെളിയിൽ നിന്ന് നോക്കുമ്പോൾ അവൾക്ക് സൗന്ദര്യമുണ്ടോ? അതുപോലെ സ്ത്രീയും പുരുഷനെ പറ്റി അവൻ യോഗ്യനാണോ? പുരുഷൻ്റെ യോഗ്യത എന്ന ആ ഒരു ആശയം എപ്രകാരമാണ് സ്ത്രീ മനസ്സിലാക്കുന്നത്? അത് പ്രതീതികളിൽ കൂടെയാണ്. പ്രതീതി, അപ്പിയറൻസ്. ഇറ്റ് സീംസ്, ഹി സീംസ് ടു ബി എ ജെൻറ്റിൽമാൻ, ഹി സീംസ് ടു ബി എ ലവിങ് പേഴ്സൺ. ഒരിക്കൽ ഞാൻ ഡൽഹിയിലായിരിക്കുമ്പോൾ അന്ന് ഞാൻ ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് ഹോസ്പിറ്റലിൻ്റെ ക്യാമ്പസിലുള്ള എൻ്റെ ഭാര്യയ്ക്കായി അലോട്ട് ചെയ്ത വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ജോലി ചെയ്തൊരു ലേഡി ഡോക്ടർ ഓടി ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് കരഞ്ഞുകൊണ്ട് രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ സ്വീകരിച്ച് അവർക്ക് വേണ്ട സംരക്ഷണം കൊടുത്ത് എന്താണ് സംഭവം നോക്കിയപ്പോൾ അവരുടെ ഭർത്താവിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവരുടെ ഭർത്താവും അതേ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടറാണ്. അപ്പോൾ ഇവർ 2 പേരും വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ പഠിച്ചിറങ്ങിയ ആളുകളാണ്. അവർ 2 പേരും പ്രേമിച്ച് കെട്ടിയവരാണ് എന്നെനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾ ആ പുരുഷനെ സ്നേഹിച്ചപ്പോൾ നിങ്ങൾ എന്താണ് കണ്ടത്? അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അവൻ്റെ കണ്ണ് മനോഹരമായിരുന്നു. എൻ്റെ ഹൃദയത്തെ കാർന്നു തിന്നുന്ന സൗന്ദര്യം അവൻ്റെ കണ്ണിനുണ്ടായിരുന്നു. ആ കണ്ണിൽ ഞാൻ കവിത കണ്ട ഒരു കാലമുണ്ടായിരുന്നു. ഞാൻ ആ ലേഡി ഡോക്ടറിനോട് പറഞ്ഞ വാക്കുകൾ അതുപോലെ ഓർമ്മയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇപ്പോൾ ആ കണ്ണിൽ നിങ്ങൾ എന്ത് കാണുന്നു? അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ആ കണ്ണിൽ ഞാൻ ക്രൂരത മാത്രം കാണുന്നു. ഇത് പ്രതീതികളുടെ അനുഭവം കൊണ്ട് സംഭവിക്കുന്ന പാളിച്ചകളുടെ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഒരു കാലത്ത് നോക്കിയപ്പോൾ ആ കണ്ണുകൾ, 2 കണ്ണുകൾ കവിത തുളുമ്പി നിൽക്കുന്ന പ്രതിഭാസങ്ങളായിരുന്നു. ഇപ്പോഴോ ക്രൂരത. ഇതിലേതാണ് സത്യം? 2 സത്യമാകണമെന്നില്ല, 2 പ്രതീതികളാകാം. അപ്പോൾ മനുഷ്യൻ്റെ അനുഭവം ഇങ്ങനെയാണ്. നാം ഏത് കാര്യത്തിൽ ഇടപെട്ടാലും, നാം ആരെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും, ഏത് സംഭവത്തോട് പ്രതികരിച്ചാലും, അത് ആത്മീയമാണെങ്കിലും ഭൗതികമാണെങ്കിലും മതപരമാണെങ്കിലും മതേതരമാണെങ്കിലും, നാം 100-ൽ 99% ഈ പ്രതീതികൾ കൊണ്ട് മാത്രം കഴിയുന്നവരാണ്. ഇപ്പം നാം ദൈവത്തെ ആരാധിക്കുന്നുവെന്ന് പറയുന്നു. നാം ദൈവത്തെ ആരാധിക്കണമെന്നേ ഇല്ല. നാം ആരാധിക്കുന്നത് ദൈവമാകണമെന്നേ ഇല്ല. അത് ദൈവത്തെ പറ്റിയുള്ള ഒരു പ്രതീതി നമ്മൾ ഉള്ളിൽ വെച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നാം ആരാധിക്കുന്നു എന്ന് തോന്നുമെങ്കിലും നാം ആരാധിക്കാകണമെന്നില്ല. അതുകൊണ്ട് യേശു പറഞ്ഞത് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് പറഞ്ഞാൽ, ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും ആരാധനയുടെ ഒരു പ്രതീതി മാത്രം സൃഷ്ടിച്ച നാളുകൾ കഴിഞ്ഞു പോവുകയാണ്. അതിൽ നിന്ന് മുൻപോട്ട് പോയിട്ട് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ, അത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചാൽ, അവിടെ യഹൂദൻ്റെ 3 പ്രധാനപ്പെട്ട ആചാരങ്ങളായ ദാനധർമ്മം ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഉപവസിക്കുന്നത്, ഇവയിലൊക്കെയും മനുഷ്യൻ്റെ ശ്രദ്ധ പതിഞ്ഞു നിൽക്കുന്ന പ്രതീതി, താൻ ഉദാരമായ സംഭാവന ചെയ്യുന്നു, താൻ ഉദാരമനസ്കരാണെന്നൊരു പ്രതീതി ഉണ്ടാക്കുക. അങ്ങനെ ആകണമെന്നില്ല, മറ്റുള്ളവർ അങ്ങനെ ധരിക്കണം. അതൊരു പ്രതീതി മാത്രമാണ്. സത്യസന്ധമായ അനുഭവം അതായിരിക്കുകയില്ല. ഹൃദയം മറ്റൊന്നായിരിക്കും.
പ്രാർത്ഥിക്കുന്നു, ഞാൻ ഭക്തനാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കുക. നിങ്ങളിങ്ങനെ ചെയ്യരുതെന്നാണ് ഈശോ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സത്യമുണ്ടാകണം. ആരാധിക്കുമ്പോഴെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴെങ്കിലും അല്പം സത്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കൊള്ളട്ടെ. നിങ്ങൾ ഉപവസിക്കുമ്പോൾ എന്തിനാണ് ഈ പ്രതീതി ഉണ്ടാക്കുന്നത്? അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നമ്മുടെ മതജീവിതത്തിൽ ഒട്ടുമുക്കാലും പ്രതീതികളുടെ ആ പരിമിതിയിൽ മാത്രം നാം തങ്ങി നിൽക്കുന്നവരാണ്. സത്യത്തിൻ്റെയും ആത്മാവിൻ്റെയും മേഖലയിലേക്ക് അല്ലെങ്കിൽ ആ ഉയരങ്ങളിലേക്ക് ചെന്നെത്തുവാൻ നമുക്കാർക്കും കഴിയുന്നില്ല എന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതിനോടനുബന്ധമായ ഒരവസ്ഥയാണ് യേശു ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ യേശു ഒരപ്പം എടുത്ത് നുറുക്കിയിട്ട് ഇതെൻ്റെ ശരീരമാണ് എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. ഞാൻ ചിന്തിച്ച് മനസ്സിലാക്കിയ കാര്യം നിങ്ങളോട് പങ്കിട്ടുകൊള്ളട്ടെ. യേശു അപ്പം എടുത്തപ്പോൾ അതെല്ലാവർക്കും കാണാം. അത് മുറിക്കുമ്പോൾ മുറിക്കുന്നതായും കാണാം. പക്ഷേ യേശു അപ്പം എടുത്ത് മുറിക്കുമ്പോൾ അത് ഒരു ശരീരത്തിൻ്റെ പ്രതീകമായി ഉയരുന്നത് ആർക്കും കാണാൻ സാധ്യമല്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കാൻ സാധ്യതയുണ്ടായിരുന്നുവെങ്കിൽ അത് പറയേണ്ട കാര്യമില്ല. ഇതെൻ്റെ ശരീരം, ഇത് ഞാൻ നുറുക്കുന്നു, ഇത് നിങ്ങൾക്ക് നൽകുന്നു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പം എടുത്തു, നുറുക്കി, തീർന്നു. പക്ഷേ ആ ഒരു അനുഭവം ഒരു വലിയ സത്യത്തിൻ്റെ അടയാളപ്പെടുത്തലാണ്. അതെന്താണ്? നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്ന അവസ്ഥകൾ, സാഹചര്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ, വസ്തുക്കൾ, ധാതുക്കൾ, അവയ്ക്ക് രണ്ട് തട്ടത്തിലുള്ള സാധ്യതകളുണ്ട്. ഒന്ന് ഗോചരമായത്, രണ്ട് അഗോചരമായത്. ഒന്ന് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്, രണ്ട് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ സാധിക്കാത്തത്. എന്നാൽ കണ്ണുകൊണ്ട് നോക്കിയിട്ട് കാണുന്നില്ല എന്നതുകൊണ്ട് അതില്ല എന്നർത്ഥമാകുന്നില്ല. ഇപ്പോൾ പലരും പറയാറുണ്ട്, ദൈവത്തെ ഇത് കാണിച്ചു തന്നാൽ ഞാൻ വിശ്വസിക്കാം. ദൈവത്തെ എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്നത് ദൈവം ഇല്ല എന്നതിൻ്റെ തെളിവല്ല. അതാകപ്പാടെ തെളിയിക്കുന്നത് സാധാരണ കാണുന്ന വസ്തുക്കളെ പോലെ ദൈവമല്ല എന്നതുകൊണ്ട്, സാധാരണ വസ്തുക്കളെ കാണാനുള്ള കഴിവ് മാത്രമേ എൻ്റെ കണ്ണിനുള്ളൂ എന്നതുകൊണ്ട് ഈ കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഞാൻ കാണുന്നില്ല. അതെൻ്റെ കണ്ണിൻ്റെ പരിമിതിയാണ്. അതെൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആകമാനമായ പരിമിതിയാണ്. ആ പരിമിതിയിൽ നിന്ന് എനിക്ക് വിടുതൽ പ്രാപിച്ചാൽ എനിക്ക് ദൈവത്തെ കാണാൻ കഴിയും. അത് ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമഴി പോലെ കാണുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന അർത്ഥം. അത് പ്രതീതികൾ മാത്രം കാണാൻ നമുക്ക് കഴിവുണ്ട്. ഇപ്പോൾ ഒരു പുഷ്പം അവിടെ നിൽക്കുന്നു, മനോഹരമായ പുഷ്പം. സാധാരണക്കാരായ നമ്മളതിനെ കാണുന്നത്, ഒരു കവി അതിനെ കാണുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കവി അതിനെ കാണുന്നത് സാധാരണ കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്ത കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ്. അതാണ് വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം. കാവ്യാത്മകതയില്ലാത്തൊരു മനുഷ്യനൊരു പുഷ്പത്തെ നോക്കുമ്പോൾ അത് പ്രകൃതി നിൽക്കുന്നൊരു പൂവാണ്. എന്താണ്? എന്നാൽ കവി അതിനെ കാണുമ്പോൾ അതിൻ്റെ സാധ്യതകൾ, അഗോചരമായ സാധ്യതകളിലേക്ക് നമ്മെ വഴി നടത്താനുള്ള കഴിവ് കവിക്കുള്ളത് കൊണ്ടാണ് കവികളെ ലോകം ആദരിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ മാഹാത്മ്യം ഉണ്ടാകണമെങ്കിൽ അവൻ്റെ സാർവലൗകിക മാനുഷിക പരിമിതിയായ എല്ലാറ്റിൻ്റെയും പ്രതീതികൾ മാത്രം തിരിച്ചറിയുവാനും മനസ്സിലാക്കാനും മാത്രം കഴിവുണ്ട് എന്ന ആ പരിമിതമായ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ആത്മീകമായ വളർച്ച കൊണ്ട് അതിനതീതമായ സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള കഴിവ് പ്രാപിക്കുന്നതിൻ്റെ പേരാണ് ആത്മീകമായ വളർച്ച എന്നുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ അവസ്ഥയിൽ അപ്രകാരമുള്ള ആത്മീകമായി തുറക്കപ്പെട്ട കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ പിന്നെ കാണുന്നത് പ്രതീകങ്ങളുടെ ലോകം മാത്രമല്ല,
അതിനേക്കാൾ വളരെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന നിത്യമായ സത്യങ്ങളുടെ വെളിച്ചത്തിൻ്റെ ലോകം കാണാൻ സാധിക്കും. മറഞ്ഞിരിക്കുന്ന സാധ്യതകളെ കാണാൻ സാധിക്കും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വമെന്ന് ഞാൻ പറയാതെ തന്നെ എവർക്കും തിരിച്ചറിയാവുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് നിന്ന് ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പേര് മത്തായി എന്നാണ്. അവനെ എത്രയോ പേര് കണ്ടിരിക്കുന്നു. അവർ നോക്കുമ്പോൾ അവൻ ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുന്ന ചുങ്കക്കാരൻ മാത്രമാണ്. പക്ഷേ യേശുവിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയപ്പോൾ അവൻ്റെ ഉള്ളിൽ സമാനതയില്ലാത്ത വലിയ സൗന്ദര്യത്തിൻ്റെ ഉടമയാകുവാൻ അർഹതയുള്ളൊരാത്മാവുണ്ട്. അതിനോട് ബന്ധം പുലർത്തിയിട്ട് യേശു അവനെ വിളിച്ച് ഒരു ശിഷ്യനാക്കി മാറ്റുകയാണ്. അതുകൊണ്ടാണ് വിശ്വാസത്തെ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും എന്ന് പറഞ്ഞാൽ പ്രതീതികളുടെ ലോകത്തെ അതിജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ശക്തിയുടെ പേരാണ് വിശ്വാസം എന്നുള്ളത്. പക്ഷേ ആ അർത്ഥത്തിലല്ല നാം വിശ്വാസത്തെ മനസ്സിലാക്കുന്നത്. യേശു ആരെയൊക്കെ കണ്ടിട്ടുണ്ടോ, ഏതെല്ലാം സാഹചര്യത്തോട് പ്രതികരിച്ചിട്ടുണ്ടോ, അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ പ്രധാനപ്പെട്ട മർമ്മം മനസ്സിലാക്കാൻ തിരിച്ചറിയുവാൻ സാധിക്കും. യേശു വ്യക്തികളോടും സാഹചര്യങ്ങളോടും ഇടപെടുന്നത് പ്രതീകങ്ങളുടെ പരിമിതിയിൽ നിന്നല്ല, ആ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് അവൻ യഥാർത്ഥത്തിൽ സത്യം തന്നെയാണ് എന്ന് തെളിയിക്കത്തക്കവണ്ണം പ്രതീതികളുടെ ലോകത്തിൽ മാത്രം പരിശീലനം ലഭിച്ച നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത സാധ്യതകളെ കാണുവാൻ യേശുവിന് കഴിഞ്ഞു എന്നത് 4 സുവിശേഷങ്ങളും ഒന്നുപോലെ സാക്ഷീകരിക്കുന്ന കാര്യമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പക്ഷവാത രോഗിയെ യേശു സൗഖ്യമാക്കുന്ന വിധം നോക്കിയാൽ ഇത് വളരെ വ്യക്തമാണ്. എത്രയോ പേർ അവനെ ചികിത്സിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ആരും അവൻ്റെ യഥാർത്ഥ സത്യ അവസ്ഥ തിരിച്ചറിഞ്ഞില്ല. അവൻ ചികിത്സിച്ചു, പക്ഷേ അതുകൊണ്ട് അവന് പ്രയോജനം വന്നില്ല. അത് പ്രതീതികളുടെ ലോകത്തിൽ വലിയധികം അധ്വാനങ്ങൾ നടക്കും, അതുകൊണ്ട് ആർക്കും വലിയ പ്രയോജനമൊന്നുമില്ല. നാം വസിക്കുന്ന ലോകത്തിൻ്റെ പൊതുവായ അവസ്ഥയാണ്. ഈ ലോകത്തിൽ ആരും മടികൊണ്ടിരിക്കുന്നില്ല, എല്ലാവരും വലിയ 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 അധ്വാനികളാണ്. പക്ഷേ അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഉള്ള മനുഷ്യൻ്റെ അവസ്ഥയിൽ കൂടുതൽ കൂടുതൽ പരാധീനതകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നത് ഈ ലോക യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അതിനൊരു തിരുത്തലുണ്ടാകണമെങ്കിൽ എന്ത് സംഭവിക്കണം? മനുഷ്യൻ്റെ സാർവലൗകികമായ പരിമിതി, അത് അവന് ജനിച്ചപ്പോൾ മുതൽ ഈ ലോകം നൽകുന്ന പരിശീലനത്തിൻ്റെ ഫലമായി ഉത്ഭവിക്കുന്ന അവൻ്റെ പരിമിതി, അവൻ്റെ പരാധീനത, ഹിസ് ഡിസബിലിറ്റി ഇൻഡ്യൂസ്ഡ് ബൈ ഹിസ് ട്രെയിനിങ് ആൻഡ് ഹിസ് റെജിമെൻറ്റേഷൻ ഇൻ ദ വേൾഡ്. അതെന്താണ്? ഈ പ്രതീതികളുടെ ലോകം. ഒന്നിനോടും അതിൻ്റെ സത്യത്തിൽ, അതിൻ്റെ ആത്മാവിൽ ബന്ധപ്പെടുവാൻ നമുക്ക് കഴിവില്ല. കാരണം ആ പരിശീലനം നമുക്ക് ഒരിക്കലും ലഭിച്ചിട്ടില്ല. നാം യേശുവിൻ്റെ നാമം 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 എന്ന് പറയുന്നു. അത് നാമം പോലുമല്ല, അത് പ്രതീതി മാത്രമാണ്. നാം യേശുവിനെ ആദരിക്കുന്നു, അതിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്നതിനാണ് യേശുവേ യേശുവേ കർത്താവേ കർത്താവേ ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല എന്ന് പറയാൻ കാര്യം. നിങ്ങൾ എന്നോട് ബന്ധം പുലർത്തിയവരെയല്ല, ഞാനെന്ന ഒരു പ്രതീതി നിങ്ങൾ തന്നെ സൃഷ്ടിച്ച് അതിനെ താലോലിച്ചവരാണ് നിങ്ങൾ. അതിൻ്റേതായ ചില ക്രിയകൾ നിങ്ങൾ ചെയ്തു, സംരംഭങ്ങൾ നിങ്ങൾ നടത്തി, അതിൻ്റെ കൈയടി വാങ്ങിച്ചു, അതിൻ്റെ ലാഭവും നിങ്ങൾ കൊയ്തു. ഞാനും നിങ്ങളുമായിട്ട് എന്താണ് ബന്ധം? ഞാൻ സത്യമാണ്, എനിക്ക് നിങ്ങളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എന്നാണ് യേശു പറയുന്നത്. അപ്പോൾ ഈ ഒരു മർമ്മം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ മർമ്മത്തോടുള്ള ബന്ധത്തിൽ മാത്രം മനസ്സിലാക്കാവുന്ന ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാൻ സാധ്യമാകുള്ളൂ. എന്താണ്? സാധാരണഗതിയിൽ ഒരു വിരുന്ന് നടന്നാൽ അവിടെ അപ്പമുണ്ടാകും, വീഞ്ഞുമുണ്ടാകും. എന്നാൽ അപ്പത്തെപ്പറ്റിയും വീഞ്ഞിനെപ്പറ്റിയും ജനങ്ങൾക്ക് പൊതുവായൊരു ധാരണയുണ്ട്. ആ ധാരണ മാത്രമാണ് തൻ്റെ ശിഷ്യന്മാരും പ്രാപിച്ചിരിക്കുന്നത്. എന്നാൽ അവരെ ഒരു സുപ്രധാനമായ പാഠം പഠിപ്പിക്കേണ്ടതുണ്ട്, സുപ്രധാനമായ തിരിച്ചറിവ് അവർക്ക് നൽകേണ്ടതുണ്ട്. അതെന്താണ്? ഈ ലോകത്തിൽ നിങ്ങൾ ദൈവവേല ചെയ്യുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് പ്രകാരമായിരിക്കണം. ലോകത്തിൻ്റെ കാഴ്ചപ്പാട്
മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്തിൽ ദൈവികമായ ശുശ്രൂഷ നടത്തുവാനോ ദൗത്യം നിർവഹിപ്പാനോ സാധ്യമല്ല. നിങ്ങൾക്കൊരു സാക്ഷ്യമുണ്ടാകുകയില്ല. ആ സാക്ഷ്യം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഈ ലോകത്തിൻ്റെ പരിമിതിയെ അതിജീവിച്ച് സാഹചര്യങ്ങളോടും വ്യക്തികളോടും ബന്ധം പുലർത്തുവാനുള്ള ഒരു ആത്മീകമായ വളർച്ച നിങ്ങൾക്കുണ്ടാകണം. അപ്രകാരം ഒരു വ്യക്തിത്വം നിങ്ങൾ പ്രാപിക്കണം. നിങ്ങൾ എന്നെപ്പോലെ ആയിത്തീരണം. ഞാൻ ആരാണ്? ഞാൻ യഥാർത്ഥത്തിൽ വഴിയും സത്യവും ജീവനുമാണ്. അതിൽ ഉൾപ്പെടുന്ന ഇതിനെ എല്ലാറ്റിനെയും ഒന്നുപോലെ സ്വാധീനിക്കുന്ന മർമ്മമാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നാം ഒരിക്കലും പ്രതീതികളുടെ ആ ലെവലിൽ, ആ തട്ടത്തിൽ മാത്രം നിന്നാൽ നാം സത്യം തിരിച്ചറിയുകയില്ല, ഈ വഴി എന്താണെന്ന് മനസ്സിലാകുകയില്ല. എല്ലാറ്റിനും ഉപരി നാം ജീവിക്കുവാൻ യോഗ്യതയില്ലാത്തവരായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏക അനുഭവം, ഏക അവസരമായ ഈ ലോക ജീവിതം, അത് ഒരു വിധത്തിലും വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ നമ്മുടെ ജീവിതം പാഴായും ശൂന്യമായും തുടർന്നുകൊണ്ടേയിരിക്കും. ഈ പ്രതീതിയുടെ പരിമിതിയെ അതിജീവിച്ച് സത്യത്തിൻ്റെയും ആത്മാവിൻ്റെയും ആ ഔന്നത്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കിടയാകുന്നില്ല എങ്കിൽ നാം എത്ര ആരാധിച്ചാലും, എത്ര ഹല്ലേലൂയ ബാറയ്ക്ക് മൊറോൺ അടിച്ചാലും, എത്ര ക്രിയയിലായിസോൻ അലറിയാലും നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് യേശു അന്തിമമായി തൻ്റെ ജനത്തിന് നൽകുന്ന ഒരു പരിശീലനമാണ് ഈ അന്ത്യ അത്താഴം എന്നത്. 100% അവഗണിച്ച് വച്ചിരിക്കുന്നുവല്ലോ എന്നതാണ് ഞാൻ അനുഭവിക്കുന്ന സങ്കടം. ഇനി നമുക്കത് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാം. നമുക്ക് പ്രകൃതിയിലേക്ക് നമ്മുടെ ശ്രദ്ധ അല്പം ഒന്ന് തിരിക്കാം. കാരണം മറ്റൊന്നുമല്ല, യേശു തൻ്റെ ഉപമകൾ ഏതാണ്ട് 100% തന്നെ പ്രകൃതിയെ ആസ്പദമാക്കിയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. പ്രകൃതിയിൽ എന്താണ് സംഭവിക്കുന്നത്? കർഷകൻ ഒരു വിത്ത് വിതയ്ക്കുന്നു. ആ വിത്ത് ചെന്ന് മണ്ണിൽ വീഴുന്നു. ആഴമുള്ള മണ്ണാണെങ്കിൽ അത് പൊട്ടിമുളച്ച് അത് ചെടിയായി വളരുന്നു. അതിൻ്റെ കാലമാകുമ്പോൾ അത് ഫലം തരുന്നു. സുഹൃത്തുക്കളെ, നാം മനസ്സിലാക്കേണ്ടത്, യേശു യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ പറയുന്നത്, ഗോതമ്പ് വിതയ്ക്കപ്പെടുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും, വിതയ്ക്കപ്പെട്ടാലോ അത് അധിക ഫലം കായ്ക്കും. ഗോതമ്പ് വിതയ്ക്കപ്പെടുക എന്നതിൻ്റെ അർത്ഥം പ്രതീതികളുടെ ലോകത്തിൽ നിന്ന് ആത്മാവിൻ്റെയും സത്യത്തിൻ്റെയും യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്തിലേക്കത് മാറ്റപ്പെടുകയാണ്. നിങ്ങൾ അതേ വിത്ത് ഒരു ഗ്ലാസ് കുപ്പിയിലിട്ട് വെച്ചാൽ അത് കുറേ നാൾ അവിടെ ഇരിക്കും. പക്ഷെ അത് ഒരു വിത്തല്ല, വിത്തിൻ്റെ പ്രതീതി മാത്രമാണ്. എന്തുകൊണ്ടാണ്? അത് നിങ്ങൾ ചോദിക്കും, അത് ഗോതമ്പ് മണി തന്നെയാണ്. ആ ഗോതമ്പ് മണിയാണ്. പക്ഷേ അത് ഗോതമ്പ് മണി ആയിരിക്കെ അത് വിത്തല്ല, വിത്തിൻ്റെ പ്രതീകമാണ്. ആ വ്യത്യാസം വ്യക്തമാണെന്ന് ഞാൻ കരുതുകയാണ്. ഗോതമ്പ് മണിയാണ്, പക്ഷേ ഇത് വിതയ്ക്കപ്പെടേണ്ട ഗോതമ്പ് മണിയാണ്. അതാണ് വിത്തായിട്ട് കരുതിയിരുന്നത്. ഒരു കർഷകൻ വിതയ്ക്കാനായിട്ട് ഒരു 10 അല്ലെങ്കിൽ 1000 ഗോതമ്പ് മണി മാറ്റിവെച്ചു. അപ്പോൾ ഭാര്യയോട് പറഞ്ഞു, തുടരുത്, ഇത് വിത്താണ്, വിതയ്ക്കാനുള്ള വിത്താണ്, ഗോതമ്പ് വിത്താണ്. എന്നാൽ 10 വർഷം അത് വിതച്ചില്ല, അതങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് വിത്തല്ല, ഗോതമ്പാണ്, പക്ഷേ വിത്തല്ല, വിത്തിൻ്റെ പ്രതീകം മാത്രമാണ്. കാരണം ആ അനുഭവത്തിലേക്ക് അത് പ്രവേശിക്കുന്നില്ല. മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ്. നാം എല്ലാം വിതയ്ക്കപ്പെടേണ്ട വിത്തുകളാണ്, പക്ഷേ നമ്മുടെ ജീവിതം വിതയ്ക്കപ്പെടാത്ത പ്രതീകങ്ങൾ, വിത്തുകളുടെ പ്രതീകങ്ങൾ മാത്രമാണെന്ന്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്നിലായാൽ ഞാൻ നിങ്ങളിലായാൽ നിങ്ങൾ അധികം ഫലം കായ്ക്കും. ഫലം കായ്ക്കണമെങ്കിൽ വിതയ്ക്കപ്പെടണ്ടേ? യേശുവിലാകുക എന്നതിൻ്റെ അർത്ഥം തന്നെ ഈ പ്രതീകങ്ങളുടെ പരിമിതിയെ അതിജീവിച്ചുകൊണ്ട് സത്യത്തിൻ്റെയും ആത്മാവിൻ്റെയും തലത്തിലേക്ക് മനുഷ്യൻ വളരുക എന്നുള്ളതാണ്. പക്ഷേ നാം ക്രിസ്തുവിൻ്റെ മാർഗത്തെ അനേകം ആചാര അനുഷ്ഠാനങ്ങളുടെ ഒരു കൂമ്പാരമാക്കി അധപ്പതിപ്പിച്ചതുകൊണ്ട് ഈ പ്രതീതികളുടെ
ഈ വിജനഭൂമിയിൽ മാത്രം കറങ്ങി നടക്കാനുള്ള അവകാശമേ നാം പ്രാപിച്ചിട്ടുള്ളൂ. ഇതിൽ നിന്ന് ആത്മീയമായ വളർച്ച പ്രാപിച്ച് സത്യത്തിൻ്റെയും ആത്മാവിൻ്റെയും തലത്തിലേക്ക് വളരുവാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് നമ്മുടെ ജീവിതം ആത്മീയമായി ഫലശൂന്യതയിലാണ് എന്ന ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അപ്പോൾ ഈ ഒരു സാധ്യത എന്താണ്? ഒരു ഗോതമ്പ് മണിയും ഭൂമിയുമായുള്ള ബന്ധം സ്ഥാപിച്ചാൽ മാത്രമേ ഈ ഭൂമിയുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന നന്മ മനുഷ്യജാതിയുടെ നന്മയ്ക്കു വേണ്ടി, പ്രയോജനത്തിനു വേണ്ടി വെളിപ്പെട്ടു വരികയുള്ളൂ. ഇപ്പോൾ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഗോതമ്പ് മണിയും അല്ലെങ്കിൽ എന്തും വിതയ്ക്കുന്നതെന്തും, ഒരു മാങ്ങാണ്ടിയാണെങ്കിലും ചക്കക്കുരുവാണെങ്കിലും എന്തും വിതയ്ക്കുന്നതെന്തും, അപ്പോൾ വിതയ്ക്കപ്പെടുന്ന ഗോതമ്പ് മണിയും ഈ ഭൂമിയുമായൊരു ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെ പേരാണ് വിതയ്ക്കുക എന്നുള്ളത്. വിതയ്ക്കുക സമം ബന്ധം. ഈ ബന്ധത്തിൻ്റെ ആവശ്യം എന്താണ്? ഈ ബന്ധത്തിൽ കൂടെ മാത്രമേ പ്രതീതികളുടെ അവസ്ഥയിൽ നിന്ന് സത്യത്തിൻ്റെ, യാഥാർത്ഥ്യത്തിൻ്റെ, ഫലഭൂഷ്ടിയുടെ സത്യത്തിൻ്റെ അവസ്ഥയിലേക്ക് ഈ ഗോതമ്പ് മണിക്ക്, വിത്തിന് പുരോഗമിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. അങ്ങനെ ആ ഗോതമ്പ് മണി പുരോഗമിക്കുന്നു അല്ലെങ്കിൽ വളരുന്നു, അതിൻ്റെ ഫലമായി മാത്രമേ ഒരു കൊയ്ത്തുണ്ടാകുകയുള്ളൂ. ആ കൊയ്ത്താണ് ആ ഗോതമ്പ് മണിയുടെ സാക്ഷ്യം. അതിൻ്റെ ജീവിതം സാഫല്യമായി എന്നതിൻ്റെ തെളിവ് ആ ഗോതമ്പ് മണിയുടെ ആകാരമോ അതിൻ്റെ നിറമോ അതിൻ്റെ വലിപ്പമോ അല്ല, അതിൽ കൂടെ ഒരു കൊയ്ത്തുണ്ടായി എന്നതാണ്. മനുഷ്യ ജീവിതത്തിലും അപ്രകാരം ഉണ്ടാകണം. എന്നാൽ അങ്ങനെ ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടുണ്ടാകുന്നില്ല? നമ്മുടെ ജീവിതം, നമ്മുടെ അഭിരുചികൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ കണക്കുകൂട്ടലുകൾ, നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം തന്നെ ഈ പ്രതീതികളുടെ അപ്പിയറൻസസ്, ഈ പ്രതീതികളുടെ ലോകത്തിൽ മാത്രം തങ്ങി നിൽക്കുന്നവയാണ്. അതിനൊരു മാറ്റമുണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിടുതലുണ്ടാകുകയുള്ളൂ. സ്വർഗത്തിൽ പോകാനായിട്ട് മുണ്ടുമൊക്കെ അലക്കിയിരിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പ്രതീതികളുടെ വ്യക്തിത്വം കൊണ്ട് അങ്ങോട്ട് പോകാൻ സാധ്യമല്ല. പതിര് വിതച്ചാൽ കൊയ്ത്തുണ്ടാകുകയില്ല. നാം ഇപ്പോൾ പതിര് പോലെയാണ് ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ സാധ്യമാകുള്ളൂ. ഈ പതിരുകളെ സംബന്ധിച്ചിടത്തോളം ആചാരാനുഷ്ഠാനങ്ങൾ മാത്രം മതി. ഈ പതിരുകൾക്ക്, ആചാരാനുഷ്ഠാനങ്ങൾക്ക് അപ്പുറത്ത് അയക്കപ്പെട്ട അവസ്ഥ, അതാണ് ഈ വിതയ്ക്കുക എന്ന് പറയുന്നത്. വിതയ്ക്കുന്നതിൻ്റെ ഒരു പര്യായമാണ് അയക്കപ്പെടുക. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരെ അയച്ചു എന്ന് നാം വായിക്കുന്നു. ഹി കോൾഡ് ഹിസ് ഡിസൈപ്പിൾസ് ടു ഹിംസെൽഫ് ആൻഡ് ദെൻ ഹി സെൻഡ് ദം ഔട്ട്. അത് കർഷകൻ വിത്ത് വിതയ്ക്കുന്നതിന് സമാനമാണ്. എന്തുകൊണ്ട് അയച്ചു? അവർ പോയി ഈ ലോകത്തോട് ബന്ധം പുലർത്തണം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകണം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ യേശു എന്നാണ് പറയുന്നത്, നോക്കുവിൻ, ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതൊരു ബന്ധമാണ്. ഒരു ബന്ധം സ്ഥാപിക്കാൻ പോകുകയാണ്. ആത്മീയത ഒരു ബന്ധമാണ് എന്ന് ടോൾസ്റ്റോയ് വാചാലമായി പറഞ്ഞിട്ടുണ്ട്, സമർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ നാം ഈ ലോകത്തോട് ബന്ധം പുലർത്തുമ്പോൾ നാം പതിരായി ബന്ധം പുലർത്തുമോ അല്ല വിത്തായി, ഗോതമ്പ് മണിയായി ബന്ധം പുലർത്തുമോ? ഇതാണത്തെ പ്രശ്നം. സക്രമെന്റിൻ്റെ ഉദ്ദേശം മനുഷ്യരെ, വ്യക്തികളെ, വിശ്വാസികളെ ഈ ലോകമാകുന്ന വിളഭൂമിയോട് ഗോതമ്പ് മണിയുടെ ബന്ധം പുലർത്തുവാനുള്ള ക്ഷമത, കഴിവ് അവരുടെ ഉള്ളിൽ വളർത്തുക, ഉണർത്തുകയും വളർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ ലോകമാകുന്ന വിളഭൂമിയോട് പതിരിൻ്റെ ബന്ധം പുലർത്തുന്നവരാണ് ദൈവത്തെ അറിയാത്തവർ, ആത്മീയമായി ഉണർവ് ഉണർന്നിട്ടില്ലാത്തവർ, വളർന്നിട്ടില്ലാത്തവർ, ഈ ഭൗതികമായ കാഴ്ചപ്പാടിൽ അതിൻ്റെ പരിമിതിയിൽ തങ്ങി നിൽക്കുന്നവർ, ഈ പ്രതീതികളുടെ ലോകത്തിൽ മാത്രം കറങ്ങി നടക്കുന്ന നിഴല് പോലെയുള്ള ജീവിതം നയിക്കുന്ന ആളുകൾ, അവർക്കൊരു വിധത്തിലും ഈ ലോകത്തോട് ഫലഭൂഷ്ടിയുള്ള, ആത്മീയ ഫലഭൂഷ്ടിയുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധ്യമല്ല. അവർ ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം പതിര് വിതയ്ക്കുന്നതിന് തുല്യമാണ്. എന്നാൽ നിങ്ങളങ്ങനെ ആകരുത്. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാകേണ്ട വിപ്ലവാത്മകമായ പരിവർത്തനം, രൂപാന്തരം, വളർച്ച,
അതിൻ്റെ സാധ്യത എന്ത് എന്ന് നിങ്ങൾ പ്രതീകാത്മകമായിട്ടെങ്കിലും ഒന്ന് തിരിച്ചറിയണം. അതായിരുന്നു യേശുവിൻ്റെ ലക്ഷ്യം. തൻ്റെ ശിഷ്യന്മാരുമായി ഈ അന്തിമ അത്താഴം ആഘോഷിച്ചതിൻ്റെ ആത്മീയമായ ഉദ്ദേശം ഇതായിരുന്നു: നിങ്ങൾ എപ്രകാരമുള്ള കാഴ്ചപ്പാടിൽ, എപ്രകാരമുള്ള ആ സമീപനത്തിൽ, എപ്രകാരമുള്ള വ്യക്തിത്വത്തിൽ എൻ്റെ കാലശേഷം ഈ ലോകത്തിൽ ആത്മീയമായ സാക്ഷ്യം വഹിക്കുകയും ദൗത്യം നിർവഹിക്കുകയും ചെയ്യണം. അതിന് ഉതകുന്നതായ ആത്മീയ വ്യക്തിത്വം എപ്രകാരമുള്ളതാണ്, അത് പ്രാപിക്കേണ്ട പുതിയ ആത്മീയ ദിശാബോധം എന്താണ്, സ്പിരിച്വൽ ഓറിയൻറ്റേഷൻ എന്താണ്, അത് ഈ പ്രതീതികളുടെ ലോകത്തിൽ നിന്ന് അതീതമായ വലിയ വലിയ സാധ്യതകളുടെ, ദൈവം കൃപ ചെയ്യുന്ന, ദൈവ അധികാരത്തിൻ്റെ കീഴിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന വലിയ വലിയ സാധ്യതകളുടെ ലോകം കാണുവാനുള്ള കണ്ണ് നിങ്ങൾക്കുണ്ടാകണം. ആ ലോകത്തിൻ്റെ നന്മകൾ മനുഷ്യരുടെ അവസ്ഥയിലേക്ക് ഒഴുകി വരത്തക്കവണ്ണം രണ്ടിനെയും ഘടിപ്പിക്കുന്ന പൈപ്പുകളായി നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടണം. അല്ലാതെ നിങ്ങൾ പ്രതീതികളുടെ വ്യക്തിത്വവും ലക്ഷ്യബോധവും സമീപനവും വെച്ചു പുലർത്തിയാൽ നിങ്ങൾ ഇത് മുഴുവനും അലങ്കോലപ്പെടുത്തും. അങ്ങനെയുള്ള ആളുകളാണ് കള്ളപ്രവാചകന്മാർ. യേശു പറഞ്ഞു, കള്ളപ്രവാചകന്മാർ വരും നിശ്ചയം, നിങ്ങളവരെ ശ്രദ്ധിച്ചു കൊള്ളണം. അവർ ആട്ടിൻ രോമമൊക്കെ ധരിച്ചുകൊണ്ട് വരും, പക്ഷേ അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന, ദൈവത്തിൻ്റെ പേരിൽ നടക്കുന്ന വിളയാട്ടങ്ങൾ, വേലയിറക്കലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതൊക്കെയും പ്രതീകങ്ങളുടെ കലാപരിപാടികളാണ്. അതുകൊണ്ടാണ് ഒരുത്തൻ യേശുവിൻ്റെ ശബ്ദം ഫോണിൽ പിടിച്ചുകൊണ്ട് എന്ന പോലെ ആളുകളെ കളിപ്പിക്കാനായിട്ട് തൻ്റെ ഇടത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്ന, യേശു എന്നോട് സംസാരിച്ച് ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അത് പ്രതീകത്തിൻ്റെ കലാപരിപാടിയാണ് എന്ന് തിരിച്ചറിയത്തക്ക ഒരു ആത്മീയമായ പരിശീലനമോ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ആർക്കും ലഭിക്കാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള കാട്ടുകള്ളന്മാർ ദൈവദാസന്മാരായി കറങ്ങി നടന്ന് എല്ലാവരെയും കുപ്പിയിലിറക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്രകാരമായ അടിസ്ഥാനപരമായ ആത്മീയമായ സത്യങ്ങൾ, സാധ്യതകൾ, അച്ചടക്കങ്ങൾ തിരിച്ചറിയുവാൻ പൂർവാധികമായ ഒരു ആവശ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ അല്പം ജഠിലമായൊരു വിഷയത്തെ പരാമർശിക്കുവാൻ ഞാൻ നിർബന്ധിതനായി തീർന്നു. അതുകൊണ്ട് സക്രമെന്റ് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച പോയി പൊളിച്ചത് കൊണ്ട് സക്രമെന്റ് ആകയില്ല. നാം യഥാർത്ഥത്തിൽ സക്രമെന്റ് എന്ന അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നുവെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തെ അത് കാര്യമായി രൂപാന്തരപ്പെടുത്തുകയും നമ്മുടെ കാഴ്ചപ്പാടിനെ അത് പുനർനിർമ്മിക്കുകയും നമ്മുടെ യാഥാർത്ഥ്യബോധം, നമ്മുടെ ലക്ഷ്യബോധം, നമ്മുടെ സമീപനം, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആകത്തുക ഇവയൊക്കെയും ഇതാ പഴയത് കഴിഞ്ഞു പോയി പുതിയത് വന്നിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അന്വർത്ഥമായി തീരത്തക്കവണ്ണം, അല്ലെങ്കിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, അത് യാഥാർത്ഥ്യമായി തീരത്തക്കവണ്ണം. അല്ലെങ്കിൽ യേശു നിക്കോദീമോസിനോട് പറഞ്ഞതുപോലെ, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നീ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കയില്ല നിശ്ചയം. ഇതാണ് ആ വീണ്ടും ജനനത്തിൻ്റെ പൊരുൾ. പക്ഷേ ഈ വീണ്ടും ജനനം എന്നുള്ളത് ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ് അതൊരു കൾട്ടാക്കി മാറ്റി എൻ്റെ അർത്ഥത്തെ 100% വികൃതമാക്കിയിരിക്കുന്നത്. അത് സങ്കടമാണ് എന്നുകൂടെ ഞാൻ സൂചിപ്പിച്ചു. അതുകൊണ്ട് ഈ സക്രമെന്റ് എന്താണ് എന്നതിനെപ്പറ്റി വിദൂര ബോധം പോലും ഇല്ലാത്ത ആളുകളാണ്. കിഴക്കോട്ട് തിരിഞ്ഞാലാണോ ദൈവം സക്രമെന്തായി കാണുന്നത്, അല്ലെങ്കിൽ പടിഞ്ഞാട്ട് തിരിഞ്ഞാലാണോ ഇത് സക്രമെന്താകുന്നത് എന്ന മൊണ്ണത്തരത്തിൻ്റെ അത്യുച്ഛ കോടിയിൽ നിന്നുകൊണ്ട് പരസ്പരം തമ്മിലടിക്കുകയും, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് ഏക കൽപ്പന തന്ന യേശുവിൻ്റെ ശരീരവും രക്തവും അത് ഒരു മതപരമായ ആഘോഷമായി കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിലാണ് പരസ്പരം തല്ലിക്കൊണ്ട് കടിച്ച് പിച്ച് ചീന്തിക്കൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത് എന്നത് മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയുന്നത് ഇതുവരെ അവതരിപ്പിച്ച ആശയം. പ്രധാനമായും ഇതാണ്: പ്രതീതികളുടെ ലോകത്തിൽ നിന്ന് സത്യത്തിൻ്റെയും ആത്മാവിൻ്റെയും ലോകത്തിലേക്ക് ഒന്ന് മാറി താമസിക്കുവാൻ നമുക്കേവർക്കും ആവശ്യമുണ്ട്. അങ്ങനെ ആ സ്ഥലം മാറ്റത്തിന്, അതുകൊണ്ട് ഉത്ഭവിക്കുന്ന വ്യക്തിത്വ രൂപാന്തരത്തിന് ഉതകുന്ന എന്താണോ
അതിൻ്റെ പേരാണ് സക്രമെന്റ്. അതുകൊണ്ട് സക്രമെന്റ് ഒരിക്കൽ അതിൻ്റെ ആത്മാവിലും അർത്ഥത്തിലും കൈക്കൊണ്ട ഒരു വ്യക്തിക്ക് അവനെ സംബന്ധിച്ചിടത്തോളം അറിയാം, അവനൊരു പുതിയ സൃഷ്ടിയായി. എന്നാൽ 1000 തവണ ഇത് കൈക്കൊണ്ടിട്ടും നമ്മുടെ ജീവിതത്തിൽ യാതൊരു പരിവർത്തനവും ഉണ്ടായില്ല എങ്കിൽ സംശയിക്കേണ്ട അർത്ഥം ഇത് മാത്രമാണ്. നമ്മൾ കൈക്കൊണ്ടത് സക്രമെന്തല്ല, സക്രമെൻറ്റിൻ്റെ ഒരു പ്രതീതി മാത്രമാണ്, an appearance of a sacrament. അതും ചെയ്യാതിരിക്കുന്നതും ചെയ്യുന്നതും കണക്കാണ്, യാതൊരു വ്യത്യാസവുമില്ല എന്ന യാഥാർത്ഥ്യം. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം എന്ന നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതിൽ യാതൊരു വിധത്തിലുള്ള സത്യവുമില്ല. ഇത് പ്രഹസനം, ഇത് പ്രതീതികളുടെ ഒരു നാടകവേദിയാണ്. ഇതിനെ യേശു വിഭാവന ചെയ്ത ആത്മീയ അനുഭവത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കി ആചരിക്കത്തക്കവണ്ണം ഒരു വിശ്വാസജനത്തെ സജ്ജീകരിക്കുന്ന, തയ്യാറാക്കുന്ന, രൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയയും ഒരു ദൗത്യവും ഒരു ശുശ്രൂഷയും കേരളത്തിൽ നിന്നല്ല, ക്രിസ്തീയ ഗോളത്തിൽ എങ്ങും തന്നെ ഇപ്പോൾ ഇല്ല എന്ന യാഥാർത്ഥ്യം കൂടെ അത് അതീവ സങ്കടജനകമാണ് എങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട്, എന്നാൽ ഈ അവസ്ഥയിൽ നിന്ന് നാം എഴുന്നേറ്റ് മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ നമ്മളൊരു സാക്രമെൻ്റൽ കമ്മ്യൂണിറ്റി ആകുകയുള്ളൂ. നാം ഒരു സക്രമെൻറ്റിൻ്റെ വ്യക്തിത്വം പ്രാപിക്കുവാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ അതിന് അവകാശമുള്ള, അങ്ങനെ പ്രാപിച്ചിരിക്കുന്ന ഒരു വിശ്വാസജനമാകുകയുള്ളൂ. എന്നാൽ മാത്രമേ നാം യഥാർത്ഥത്തിൽ വിശ്വാസികളും വിശ്വാസജനവും ആകുകയുള്ളൂ എന്ന അടിസ്ഥാന സത്യം കൂടെ ഒരിക്കൽ കൂടെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾ ഈ 2 വീഡിയോകൾ തുടർന്ന് കാണുകയും ഇതിൻ്റെ അർത്ഥത്തെ അത് അർഹിക്കുന്ന പ്രാധാന്യത്തിൽ പരിഗണിച്ച് അതേപ്പറ്റി ധ്യാനിച്ച് ഇതിൻ്റെ കൂടുതൽ അർത്ഥതലങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ അന്വേഷണത്തിൽ കണ്ടെത്തുവാൻ പ്രത്യേകമായി ശ്രമിക്കണമേ എന്നൊരിക്കൽ കൂടെ ആത്മാർത്ഥമായി വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.